Audio Jungle. Audio Jungle. വെളുപ്പിന് 6 മണിക്ക് നമ്മൾ മ്യൂസിയത്തിൽ പോകാൻ നിൽക്കുക കേട്ടോ. വട്ടാണെന്ന് വിചാരിക്കരുത്, കാരണം ഇന്ന് അബുദാബിയിലാട്ടോ പോകുന്നത്, അതുകൊണ്ട് കുറച്ച് ദൂരമുണ്ട്. അതേപോലെ തന്നെ ചൂടായതുകൊണ്ട് കേട്ടോ നേരത്തെ ഇറങ്ങിയത്. ഇപ്പോൾ കല്യാണി രാവിലെ ഇതിപ്പോൾ ഒരു ക്യാമറ എടുക്കുമ്പോൾ പുള്ളിക്കാരി പറയുന്നത് കേട്ടോ, എവിടെ പോകുന്നു കല്യാണി? കുതിരേ? ഏത് കുതിര? അത് ഈ കുതിരയില്ലേ? ഇത് രണ്ട് ചേച്ചി, നിങ്ങൾ രണ്ടുപേരുവാ. ഈ രണ്ട് കുതിരകളാ. കുതിരയെ കാണാൻ പോകുമെന്ന് പറഞ്ഞിട്ടാട്ടോ പുള്ളിക്കാർ വരുന്നത് തന്നെ. മൂത്തയാൾക്ക് അറിയാമായിരുന്നു എവിടെ പോകണമെന്നൊക്കെ. ഏട്ടനും പോയിട്ടില്ല, ഞങ്ങളിതുവരെ പോയിട്ടില്ല, ആദ്യമായിട്ടാണ് പോകുന്നത് കേട്ടോ. അതുകൊണ്ട് എല്ലാവരെയൊക്കെ റെഡിയാക്കി ഒരു സ്പെയർ ഡ്രസ്സൊക്കെ കരുതി, കാരണം കുഞ്ഞുങ്ങളൊക്കെ കൊണ്ടുപോവുകയല്ലേ. അപ്പോൾ വെള്ളവും ഒക്കെ പാക്ക് ചെയ്ത് ഞങ്ങൾ നേരെ കാറിൽ കയറി കേട്ടോ. രാവിലെ ആയതുകൊണ്ട് വലിയ ട്രാഫിക്കോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇങ്ങനെ രാവിലെ ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ ഉദിച്ചിരുന്ന് കാണാൻ നല്ല രസമാണല്ലോ. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തു കേട്ടോ. ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞങ്ങൾ കയറിയ ഹോട്ടൽ ഭയങ്കര ശോകമായിരുന്നു കേട്ടോ. അവിടെ ഞങ്ങൾ ഇതേപോലെ ദോശയോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ആകെപ്പാടെ ഉള്ളത് ചപ്പാത്തിയും പൊറോട്ടയായിരുന്നു കേട്ടോ. രാവിലെ എങ്ങനെ പൊറോട്ട കഴിക്കുന്നത്, അങ്ങനെ മക്കൾക്ക് ഓംലേറ്റ് മേടിച്ചു കൊടുത്തു. ഞങ്ങൾ പൊറോട്ടയും ചപ്പാത്തിയും ഒക്കെ കേട്ടോ കഴിച്ചത്. പിന്നെ ഞങ്ങൾ കുറേ ദൂരെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ അവിടെ എത്തി. വഴി അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ഗൂഗിൾ മാപ്പ് ഇട്ടാട്ടോ വന്നത്. പിന്നെ അവിടെ എത്തിയപ്പോൾ തന്നെ ഇതിങ്ങനെ രണ്ട് സൈഡിലും ഈ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് മറ്റൊരു കാടിൻ്റെ ഫീലൊക്കെ തോന്നി കേട്ടോ. കുരുവികളും ബട്ടർഫ്ലൈ ഒക്കെ ഇങ്ങനെ വന്നിരിക്കുന്നതായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അതിന് ഞങ്ങൾ കാറ് ഒക്കെ പാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ അവിടെ എത്തിയിട്ട് ഓൺലൈനായിട്ട് ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നേരെ അകത്ത് ചെന്ന് എവിടെ പോകണം എന്നൊന്നും അറിയുന്നില്ല കേട്ടോ. അങ്ങനെ ഭയങ്കര വെയിലായതുകൊണ്ട് ഞാൻ കൂളിംഗ് ഗ്ലാസ് വെച്ചു കേട്ടോ. ഗ്ലാസ് വെച്ച് അങ്ങനെ ഇടി ആലിലൊക്കെ എനിക്ക് കൂളിംഗ് ഗ്ലാസ് വയ്ക്കാൻ ഭയങ്കര ചമ്മലാട്ടോ. കാരണം എനിക്ക് വെച്ചാൽ ചേരത്തില്ല, ഞാൻ വെച്ച കുരുടിയെ പോലെ ഇരിക്കുമെന്ന് എനിക്ക് അങ്ങനെ കേട്ടോ ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് വെയിൽ സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഏട്ടൻ വഴക്ക് പറഞ്ഞേട്ടോ ഞാൻ ആ സംഭവം എടുത്ത് വച്ചത്. പിന്നെ മക്കളെല്ലാം ടോയ്ലറ്റിലൊക്കെ കൊണ്ടുപോയിട്ടോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും നിൽക്കുമ്പോൾ അയ്യോ അമ്മ എനിക്ക് ബാത്റൂമിൽ പോകണം എന്ന് പറഞ്ഞുകൊണ്ട് വരും കേട്ടോ. അതുകൊണ്ട് രണ്ടുപേരും ബാത്റൂമിലൊക്കെ കൊണ്ടുപോയി സെറ്റ് ചെയ്തു. പിന്നെ അവിടെ എത്തിയപ്പം പുള്ളിക്കാർ ഓട്ടവും ചാട്ടമൊക്കെ തുടങ്ങി. പിന്നെ വെള്ളവും കൂടെ മേടിക്കാൻ കഴിയും കേട്ടോ. വെള്ളം മേടിക്കാൻ കയറിയപ്പോൾ ജ്യൂസ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ തന്നെ ഇരുന്ന കേട്ടോ. അങ്ങനെ ജ്യൂസ് ഒന്നും മേടിച്ചു തരത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് പിടിച്ചു വലിച്ച് വന്ന കേട്ടോ. പിന്നെ കുറേ ദൂരം നടക്കാനൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ട്രിവാൻഡ്രത്തുള്ള മ്യൂസിയത്ത് ആ ഒരു പ്രതീക്ഷയിലാണ് കേട്ടോ പോയത്, അതേപോലെ ഇരിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അതേപോലെ അല്ല കേട്ടോ. ഇത് മറ്റേ കടലാസ് പൂവില്ലേ നമ്മളെ നാട്ടിലുള്ള, അതിങ്ങനെ പൂത്തിരിക്കുക കേട്ടോ നിറയെ. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അത് കാണാനായിട്ട്. പിന്നെ ഇതേപോലെ കേട്ടോ ഓരോ സിംഹത്തിനെയും കടുവയും ഒക്കെ ഇങ്ങനെയായിട്ട് ഒരു അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. എല്ലാവരും ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ. ഒരു ഫുഡ് കഴിക്കിട്ട് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യേണ്ട. പിന്നെ കുഞ്ഞുങ്ങൾക്ക് കാണാനായിട്ട് കണ്ട് ഇതേപോലെ ഇങ്ങനെ ഗ്രില്ല് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരിങ്ങനെ പൊക്കിയെടുത്ത് കാണിക്കണ്ട, ഇങ്ങനെ കാണിച്ചാൽ മതിയല്ലോ. അതുകൊണ്ട് പോണു ചിങ്കം. ഞാൻ നാട്ടിലെ മ്യൂസിയം അങ്ങനെയൊക്കെ ആയിരിക്കും എന്നൊക്കെ പ്രതീക്ഷ പോയത്, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇത് ഗൊറില്ല കണ്ടോ പോകുന്നത്. പിന്നെ ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ചു. വെള്ളം കുടിച്ചപ്പോൾ ചേച്ചിക്ക് വെള്ളം കൊടുക്കാൻ പറഞ്ഞപ്പോൾ കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ വെള്ളം മുഴുവൊക്കെ അങ്ങ് ഒഴിച്ച് കളഞ്ഞു കേട്ടോ.
അതുകൊണ്ട് ഇങ്ങനെയൊക്കെ അടുത്ത് വന്നൊക്കെ ഇങ്ങനെ ചിമ്പാൻസിയൊക്കെ വന്ന് ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോഴേ ഒരു പേടിയില്ല, അവർക്ക് രണ്ടുപേർക്കും ഒരു പേടിയില്ല. എനിക്ക് പേടിയുണ്ട് കേട്ടോ, കാരണം ഇത് ഗ്ലാസ് പൊട്ടിച്ച് വരുമെന്നൊക്കെ ആയിരുന്നു കേട്ടോ എൻ്റെ മന്ദബുദ്ധി തലയിൽ എനിക്ക് തോന്നുന്നത്. പക്ഷെ അവർക്കൊരു പേടിയില്ല, ഇടയ്ക്കുണ്ട് അങ്ങനെ പേടിപ്പിക്കുകയൊക്കെ ചെയ്തായിരുന്നു കേട്ടോ. പിന്നെ ഇതേപോലെ ഒരു സംഭവമൊക്കെ അവർ ഇങ്ങനെ നോക്കുമ്പോഴൊക്കെ കാണാൻ കേട്ടോ, അത് നല്ല രസമായിട്ട് അവർ ചെയ്തു വെച്ച സംഭവമാണെന്ന് തോന്നുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ട് എല്ലാം കാണാനായിട്ട്. പിന്നെ സുബ്രഹ്മണ്യെ കാണണമായിരുന്നു. സുബ്രഹ്മണ്യം എന്ന് വെച്ചാൽ ഹൈന. പിന്നെ വീട്ടിൽ ഇതുവരെ വെള്ളം കുടിക്കാൻ ഞാൻ പുറകെ നടക്കണം, അതുകൊണ്ട് ഇവിടുന്ന് വെള്ളം കുടിക്കുന്നുണ്ടോ. കുറച്ച് നേരം റെസ്റ്റ്, കുറേ നേരം കൊണ്ട് നടക്കുന്നുണ്ട്, കാല് നല്ല വേദന. എൻ്റെ റെസ്റ്റ് എടുക്കുക, എല്ലാവരും ഒന്ന് റെസ്റ്റ് എടുക്കുക. കല്യാണി ക്ലാസ് തുറന്ന് അപ്പുറത്തോട്ട് വന്ന് വീഴും. അവസാനം പുലി എടുത്തോണ്ട് പോകുന്നു. സുബ്രഹ്മണ്യെ കണ്ടില്ല. ഇങ്ങനെ റെസ്റ്റ് ചെയ്തേപോലൊക്കെ സ്ഥലങ്ങളൊക്കെ അവർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ഇങ്ങനെ പണിതാണെന്ന്, നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ ചേച്ചി അനിയത്തിയും കൂടെ ഡാൻസൊക്കെ കളിച്ചു. ജാനുട്ടിയുടെ ഫോണിലെ പാട്ടിട്ടിട്ടോ രണ്ടുപേരും കൂടെ ഡാൻസൊക്കെ കളിച്ചത്. അങ്ങനെ റെസ്റ്റ് ചെയ്തപ്പോൾ അങ്ങനെ അവിടെ കുറച്ച് നേരം അങ്ങനെ തന്നെ ഇരുന്ന് പിന്നെ എണീക്കാൻ തോന്നിയില്ല. പിന്നെയും ഒക്കെ നടക്കാൻ തുടങ്ങി കേട്ടോ, വീട്ടിൽ പോകണ്ടേ. അങ്ങനെ പിന്നെ കുരങ്ങന്മാരെ കണ്ടു. പിന്നെ അവിടെ കുറേ സ്ഥലങ്ങൾ പണി ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അവർ എന്നെ പറഞ്ഞു പെൻഗ്വിൻ അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ഇനി വരാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ പണികളൊക്കെ കേട്ടോ നടക്കുന്നത്. പിന്നെ കുരങ്ങന്മാരെയൊക്കെ കണ്ടു അവിടെ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കറുപ്പിടരുതെന്ന്. പിന്നെ റെസ്റ്റ് എടുക്കാൻ വീണ്ടും ഇവിടെ വന്നപ്പോൾ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് എന്തോ ഒരു ജ്യൂസ് പോലെ സംഭവം വാങ്ങിച്ചു കൊടുത്തു. എനിക്കിഷ്ടപ്പെട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞത് എന്ത് സംഭവമാണെന്ന് പറഞ്ഞിട്ട് ഏട്ടനെ നോക്കിയിട്ട് എനിക്ക് സാധനമൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് ഏട്ടൻ കുടിച്ചു കേട്ടോ. മക്കൾക്ക് രണ്ടുപേർക്കും ജ്യൂസ് മേടിച്ചു കൊടുത്തു. ഞാൻ പിന്നെ എനിക്ക് ജ്യൂസ് കിട്ടണമെന്ന് പറഞ്ഞിട്ട് പിന്നെ പോയി മേടിക്കാൻ പോയ കേട്ടോ. പിന്നെ നമ്മൾ ഈ ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ ഫ്രണ്ടിലതുകൊണ്ട് ജിറാഫാണ് കേട്ടോ. ഇങ്ങനെ അടുത്ത് നിന്ന് കാണാം. പിന്നെ ഇവിടെയൊക്കെ ആനിമൽസിനൊക്കെ ഫുഡൊക്കെ ഫീഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച ആദ്യം ജാനിക്കുട്ടിയെ കൊണ്ട് ഇങ്ങനെ ഫുഡൊക്കെ ഫീഡ് ചെയ്യിപ്പിക്കാം, ആ സ്ഥലമൊക്കെ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഏട്ടൻ പറഞ്ഞില്ല, ഞങ്ങൾക്ക് നമ്മളെല്ലാം കറങ്ങി കഴിഞ്ഞിട്ട് അവിടെ പോയി ഫുഡൊക്കെ കൊടുത്തിട്ട് നമുക്ക് നേരെ പോകാമെന്ന് പറഞ്ഞു കേട്ടോ. പക്ഷേ ഞങ്ങൾ ഇവിടെ കയറിയപ്പോഴാണ് ഇനി ഒരിടത്തും പോകണ്ട, ഇനി നടന്ന് വയ്യ, ഇനി നേരെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ അവിടെ ഒന്നും കയറാൻ പറ്റില്ല, ഒരുപാട് സ്ഥലങ്ങളുണ്ട്, അവിടെ ഒന്നും കയറില്ല. കാരണം നടന്ന് മക്കളും ക്ഷീണിച്ച് ഞാനും ക്ഷീണിച്ച് അവസാനം കല്യാണം ഒരുപാട് നടന്നു കേട്ടോ. പക്ഷേ പിന്നെ അവൾക്ക് നടക്കാൻ പറ്റില്ല, പിന്നെ എടുക്കണമെന്നൊക്കെ പറഞ്ഞു. പിന്നെ എടുത്തോണ്ട് കിടക്കുന്നത് അതിനെക്കാട്ടും വലിയ ബുദ്ധിമുട്ടല്ലേ. പിന്നെ മക്കളെ രണ്ടുപേരെയും ഈ ജിറാഫിൻ്റെ ആ സൈഡിലൊക്കെ ഇരുത്തി ഫോട്ടോ ഒക്കെ എടുത്ത് കേട്ടോ. പിന്നെ എൻ്റെ കൂളിംഗ് ഗ്ലാസ് അവൾ എടുത്ത് വെച്ചു കേട്ടോ. ഏട്ടൻ്റെ ഒരു സ്പെയർ കൂളിംഗ് ഗ്ലാസ്സാണ് ഞാൻ വയ്ക്കുന്നത് കേട്ടോ. എനിക്കാണെങ്കിൽ ആണുങ്ങളുടെ കൂളിംഗ് ഗ്ലാസ് വയ്ക്കുമ്പോൾ എനിക്ക് എന്തോ പോലെ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ എന്നെ കളിയാക്കല്ലേ എന്നൊക്കെ കേട്ടോ പറയുന്നത് ഏട്ടൻ്റെ അടുത്ത്. പിന്നെ ഒട്ടകപ്പക്ഷി അവിടെ കണ്ടായിരുന്നു. പിന്നെ എന്തോ ഒരു ഹൈറ്റാണ്. പിന്നെ അടുത്തൊക്കെ ഒന്ന് കാണുമ്പോഴല്ലേ അതൊക്കെ അറിയാൻ പറ്റുന്നത്. പിന്നെ ഒരു മ്യൂസിയം പോലൊരു സംഭവം ഉണ്ട് കേട്ടോ അവിടെ കയറി. അവിടെ കയറിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് അവിടെ വെറും എലിയും പൂച്ചയും മാത്രമേ ഉള്ളൂ. നമ്മളെ വീട്ടിലൊക്കെ മീനൊക്കെ എടുത്തോണ്ട് വന്നില്ല പൂച്ച, അതൊക്കെ ഉള്ളൂ. കണ്ട പൂച്ച കണ്ടപ്പോൾ കല്യാണിയുടെ എക്സ്പ്രഷൻ കണ്ടോ. പൂച്ച ഭയങ്കര ഇഷ്ടമായിട്ട് എവിടെ പൂച്ച കണ്ടാലും പിടിക്കാൻ പോകും കേട്ടോ. എനിക്കാണെങ്കിൽ പൂച്ച ഇഷ്ടേ അല്ല കേട്ടോ. പൂച്ച എവിടെ കണ്ടാലും ഞാൻ ഒട്ടിക്കും. അവിടെ കയറിയപ്പോൾ നല്ല തണുപ്പ് കൊണ്ട് ഇറങ്ങാനേ തോന്നിയില്ല കേട്ടോ. പിന്നെ ഇറങ്ങിയില്ലേ പറ്റുള്ളൂ. പിന്നെ നീണ്ട യാത്ര ഉണ്ടല്ലോ, ഇങ്ങനെ നടന്ന് ജാനിയൊക്കെ തളർന്ന് എനിക്ക് നടക്കാൻ വയ്യെന്നൊക്കെ പറഞ്ഞ് നടന്ന് പുറത്തിറങ്ങി. അയ്യോ അടിപൊളിയായിരുന്നു കേട്ടോ. വിന്ററിൽ വരണം. വിന്ററിൽ വരണം. എത്ര വെയിലായതുകൊണ്ടാണ് ഇത്ര അടിപൊളിയായിരുന്നു കേട്ടോ.
അങ്ങനെ ഞങ്ങൾ നേരെ കാറ് കയറിയപ്പോഴും കല്യാണി ഉറക്കമായിട്ടോ. പിന്നെ ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ച് ചോറായിട്ടോ കഴിച്ചത്. ഇങ്ങനെ കല്യാണി പായസം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏട്ടനവളും കയ്യും കഴുകാൻ പോയേ.